പ്രൈസ് ലോർഡ്. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രഭാത സമയവും സന്ധ്യാസമയമായിട്ട് ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മളായിരിക്കുന്നല്ലോ. കർത്താവിന്റെ സന്നിധി കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. എന്നാല് എലീശ പറഞ്ഞു, കർത്താവേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണമെന്ന്. ഹല്ലേലൂയ. നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം. ഹല്ലേലൂയ. ദൈവം നമ്മോടുകൂടെ ഉണ്ടോ? കർത്താവ് നമ്മോടുകൂടെ ഉണ്ടോ? ഹല്ലേലൂയ. പിന്നെ നമുക്ക് എല്ലാം ആനന്ദമാണ്, സന്തോഷമാണ്. അവിടെ സന്തോഷത്തിന്റെ പരിപൂർണതയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് 68-ാം സങ്കീർത്തനം, അതിന്റെ 17, 18, 19 വാക്യം. 68 സങ്കീർത്തനം 68. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത വാക്യത്തില് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ജീവന്റെ വചനത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് കർത്താവേ, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്ന് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, ഹല്ലേലൂയ, ഓ പാപികളും ദോഷികളും അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു ഞങ്ങളെ കർത്താവേ അവിടുന്ന് വീണ്ടെടുത്ത് കർത്താവേ, സ്വർഗത്തിൽ ദൈവത്തിന്റെ ഉയരത്തിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കർത്താവേ. അവിടുത്തെ സാന്നിധ്യമുള്ളതുകൊണ്ട്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഭയപ്പെടുന്നില്ല കർത്താവേ. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ച് കർത്താവേ, എന്നേക്കും മരണഭീതിയിലായിരുന്നവരെയൊക്കെയും വിടുവിച്ച കർത്താവ്, ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അതിനായി ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം വാഴ്ത്തപ്പെട്ടിട്ട് കർത്താവേ, മാനവമൂത്തം കർത്താവിനെ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ, ആമേൻ. ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി മനുഷ്യരോടും തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഈ വാക്യം എന്തുകൊണ്ടൊരു യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വാക്യമാണെന്നുള്ളത് എഫേസ്യർ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വാക്യം തന്നെ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുമ്പോഴേ എഫേസ്യർ 4-ന്റെ അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗങ്ങൾക്ക് മീതെ കയറിയവനും ആകുന്നു. സകലത്തെയും നിറയ്ക്കേണ്ടതിന്. ഹല്ലേലൂയ. ആ ഒരു നിറവിന്റെ അനുഭവം, അതിനെപ്പറ്റിയാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത്. ആ ഒരു നിറവ് നമുക്ക് എങ്ങനെ കിട്ടാം? എന്താണ് ഈ കർത്താവ് നിറയ്ക്കുന്നത് നമ്മളെയും കൊണ്ട്? ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ അതിന് മുമ്പ് ഞാൻ വാക്യത്തിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ അറിയാത്തുള്ള എല്ലാവരും ഈ വചനമൊക്കെ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുക. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണ ഭൂമിയിൽ ഇറങ്ങിയ കർത്താവ് ഇറങ്ങിയെങ്കിൽ എന്ത് ചെയ്തു? അങ്ങോട്ടോട്ട് കയറി. ഹല്ലേലൂയ. ഇറങ്ങിയത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ, ഹല്ലേലൂയ, പാപത്തിന് പരിഹാരമെടുത്ത് നമുക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, ഹല്ലേലൂയ, നിത്യജീവൻ മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ആവശ്യമായത് എല്ലാവിധ അനുഗ്രഹങ്ങളും, ഹല്ലേലൂയ, ലഭിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് ഉയരത്തിലേക്ക് കയറിപ്പോയത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ നിറയ്ക്കുന്നതിനെ പറ്റി. അവിടെ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ എന്ത് ചെയ്തു? പ്രവാചകന്മാരും സുവിശേഷകന്മാരും നിയമിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? 13-ാം വാക്യത്തില് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും. കർത്താവ് അവിടെ ചില ദാനങ്ങളെയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ ചിലരെ അങ്ങ് അപ്പോസ്തലന്മാരാക്കി, ചിലരെ അങ്ങ് ഇടയന്മാരാക്കി, ചിലരെ പ്രവാചകന്മാര്, സുവിശേഷന്മാര്, ഇവരെയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്ക്. ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആരാ?
ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തുവിന്റെ സഭ. ഹല്ലേലൂയ. ആ സഭ എന്ന് പറഞ്ഞാൽ സഭയിലെ ഓരോ മെമ്പേഴ്സുമാണ് നമുക്ക്. ഹല്ലേലൂയ. ഇവരെ കർത്താവ് നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നാം എന്ത് ചെയ്യണം? താഴോട്ട് വായിക്കുമ്പോഴറിയാം, അതിന്റെ 15-ാം വാക്യത്തില് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് അതിന്റെ മേലെ അല്പം മുകളിലോട്ടൊന്ന് വെച്ച് വായിച്ചിരുന്നു കഴിഞ്ഞാല്, നാം ഇനി മനുഷ്യരുടെ ചതിയാലും അവിടെ തൊട്ട് അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ അലഞ്ഞുലഞ്ഞ് പോകുന്ന ശിശുക്കളായി പോരുത് എന്ന് പറഞ്ഞാൽ, സാത്താൻ വന്ന് എന്തെങ്കിലും ഒന്ന് വന്ന് നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ഏതെങ്കിലും ഒരു ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലയോ, ഇത് ക്രിസ്തുവിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന് നമ്മൾ അതെന്ത് ചെയ്യണം? അത് ശോധന ചെയ്ത് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം, ഹല്ലേലൂയ, അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ആ ഒരു പെർഫെക്ഷൻ ആണ് കൊലോസ്യർ പറഞ്ഞ, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. സകല ജ്ഞാനത്തോട് ഞങ്ങൾ എന്ത് ചെയ്യാം? വിവേകത്തോട് ഞങ്ങൾ എന്ത് ചെയ്യാം? ഉപദേശിക്കുന്നു, ഇല്ലേ? കൊലോസ്യർ അതിന്റെ 1:28 അത് എഴുതിയിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യത്തിലെ, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ കർത്താവിന്റെ ആ നിറവോട് നിറയണമെങ്കിൽ, ആ നിറവിനനുസരിച്ച് നമുക്കൊരു ജീവിതം നയിക്കണമെങ്കിൽ, കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്ത് ചെയ്യും? ഞാൻ അവിടുന്ന് എന്ത് ചെയ്യും? അയക്കും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ ഈ കാര്യസ്ഥൻ നമ്മുടെ ഈ ശൂന്യാവസ്ഥകളെ നിറയ്ക്കുമ്പോഴാണ്, ഹല്ലേലൂയ, അവിടെ ഒരു ദൈവത്തിന്റെ ഒരു നിറവാകുന്നത്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി ലഭിക്കും, ഇവിടത്തോളൊക്കെ സാക്ഷികളാകും. എന്നാല് നാം ആ ക്രിസ്തുവിന്റെ ആ ക്രിസ്തു എന്ന തലയോളം നാം ഒന്ന് വളർച്ച പ്രാപിക്കണം. അതാണ് ദൈവം നമ്മെ പറ്റി ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ഈ കർത്താവ് എന്ത് ചെയ്യുന്നത്? ബദ്ധന്മാരെ പിടിച്ച്, അവിടെ എന്താ നമ്മൾ എഴുതി? ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. ഇവിടെ ആ ബദ്ധന്മാരെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ്ചകളെ അധികാരങ്ങളെ എന്ത് ചെയ്തു? ആയുധവർഗം വെപ്പിച്ചിട്ട് ക്രൂശിൽ എന്ത് ചെയ്തു? ജയോത്സവം കൊണ്ടായി. ഹല്ലേലൂയ. ഇവിടെ പണ്ടേ രാജാക്കന്മാര് യുദ്ധത്തിന് പോകുമ്പോഴേ, പഴയ നിയമകാലത്ത് പണ്ടേ കാലത്ത് യുദ്ധത്തിന് പോയി അവർ ആ രാജ്യം പിടിച്ചു കഴിയുമ്പോൾ, ശത്രുക്കളെ പിടിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ശത്രുക്കളെ എല്ലാം അടിമകളാക്കി ചങ്ങല ഇട്ടുകൊണ്ട് എന്ത് ചെയ്യും? ഇവരുടെ പുറയിൽ ഇങ്ങനെ നടത്തിയിട്ട് അവരുടെ മുമ്പില് കൊടിയും പിടിച്ചുകൊണ്ട് ഇവരെ പുറയിൽ നടത്തിക്കൊണ്ട് അവരുടെ മേൽ എന്ത് ചെയ്യുക? ജയഘോഷം കൊള്ളും. അതാണ് കൊലോസ്യ ലേഖനത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 2:14 വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചിട്ട് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടായി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. ഈ ബദ്ധന്മാരെ പിടിച്ച് കർത്താവ് എന്ത് ചെയ്തു? അവരെ പിടിച്ച് അവരുടെ മേല് ജയം ഘോഷിച്ചു. അനേകം മരണഭീതി ആയവരൊക്കെ എന്ത് ചെയ്തു? വിടുവിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഈ സാത്താന്റെ അന്ധകാരത്തിന്റെ ബന്ധനത്തിൽ ഇരിക്കുന്ന മക്കളെയൊക്കെ എന്ത് ചെയ്തു? ആദ്യം ഈ ബലവാനെ പിടിച്ചങ്ങ് കെട്ടി. ഹല്ലേലൂയ. അവന്റെ മേൽ ജയം ഘോഷിച്ചു. ഹല്ലേലൂയ. ആ താഴോട്ട് ഇറങ്ങി, അവന്റെ സ്വർഗത്തിലോട്ട് അങ്ങ് താഴോട്ട് ഇറങ്ങി എന്ത് ചെയ്തു? ആ പാതാളത്തിന്റെയും മരണത്തിന്റെയും ചാവിയും കൂടി ഇങ്ങ് എടുത്തോണ്ട് പോകുന്നു. അതാണ് ഈ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും എന്ത് ചെയ്യാം? താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ആ എബ്രായ ലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് ഒക്കത്തില്ല, നമുക്ക് അവരോട് പോരാടാക്കത്തില്ല. അവര് സ്പിരിച്വൽ വേൾഡിലുള്ളവരാ,
നമുക്കിവരെ കാണത്തില്ല. നമ്മുടെ റൂമിൽ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളിൽ കയറിയാൽ, അല്ല ഇവര് ഡെമോൺസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ നിന്നുള്ളിൽ നീ ശത്രു ഇങ്ങനെ അങ്ങോട്ട് അവിടെ കിടന്ന് ആടാനും ഒക്കെ പിഴിയാനും ഒക്കെ തുടങ്ങുമ്പോഴേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ ഉള്ളിൽ ഇത് ഇരിപ്പുണ്ടെന്ന്. എന്നാൽ എല്ലാവരുടെയും അതിങ്ങനെ ഉള്ളിൽ ഇത് ഇവനെയും കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് നടക്കും. ഹല്ലേലൂയ. എന്നാൽ ഈ ശത്രുവിനെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആത്മരൂപത്തിലുള്ള നിറവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനം ചെയ്തത്. ആത്മാവ് സകലത്തെ എന്ത് ചെയ്തു? വിവേചിക്കുന്നു. അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ, അതാണ് കർത്താവ് പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? 10-ാം അധ്യായത്തിലെ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ. ആ പ്രവാചകന്റെ ഭാര്യയോട് പറയുമ്പോഴേ അവിടെ നീ എന്ത് ചെയ്യാം, നീ പോയി അയൽവക്കത്തു നിന്നെല്ലാം പാത്രം എന്ത് ചെയ്യാം, കൊണ്ടുവരണം. പാത്രം ഒട്ടും കുറയില്ല. പക്ഷെങ്കിൽ പാത്രം എന്ത് ചെയ്തു? ഒടുവിൽ അങ്ങ് കുറഞ്ഞു പോയി, തീർന്നു പോയി, എണ്ണയും കുറഞ്ഞു പോയി. അപ്പം ദൈവത്തിന്റെ കയ്യിൽ അവന്റെ നിറവെന്ന് പറഞ്ഞാൽ ധാരാളമായിട്ടാ വെള്ളം നമ്മൾ കോരി എവിടെയെങ്കിലും വെക്കാൻ നോക്കുമോ? എത്ര കോരിയാലും അതിങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് ഒന്നും അതിൽ നിന്ന് കുറയുന്നില്ല. എത്ര നദികൾ വന്ന് സമുദ്രത്തിൽ ചേർന്നാലും എന്ത് ചെയ്യാം, സമുദ്രം നിറയുന്നുമില്ല, എന്നാൽ അതിലിട്ട് കുറയുന്നുമില്ല. അതുമാതിരിയാണ് ദൈവത്തിന്റെ നിറവ്. ഹല്ലേലൂയ. അപ്പൊ പാത്രത്തിന്റെ കുറവ് കൊണ്ട് ചിലപ്പം എണ്ണ നിറഞ്ഞും, പക്ഷെ എണ്ണയ്ക്ക് ഒട്ടും എന്ത് ചെയ്യാ, കുറവില്ല. അവിടുത്തെ പക്കൽ ഇഷ്ടംപോലെ ധാരാളമായിട്ടാണ്. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ ഉയരത്തിലേക്ക് കയറി ദൈവം നമുക്ക് വേണ്ടി തന്നതിൽ ഒന്നാമത്തെ ഒരു നിറവ് നമ്മളെ നിറയ്ക്കുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഈ ശത്രുവിന്റെ ചില തന്ത്രങ്ങള്, ഈ ശത്രുവിന്റെ അറ്റാക്ക്, എവിടെയാണ് ഇവൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്, എല്ലാം ആത്മാവ് നമ്മോട് എന്ത് ചെയ്യും, വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. കൊലോസ്യലേഖനത്തിലെ 1-ാം അധ്യായത്തിന്റെ 22 പറഞ്ഞിരിക്കുന്നത്, മുമ്പേ ദുഷ്പ്രവൃത്തികളായിരുന്നു നമ്മെ എന്ത് ചെയ്യുക, അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ജഡശരീരത്തിൽ തന്റെ മരണത്തെ നിരപ്പിച്ചു. എന്നിട്ട് അതിന്റെ താഴത്തെ വാക്യത്തിൽ ഉണ്ട്, അവൻ 2:2 അവൻ ക്രിസ്തു എന്ന ദൈവം. അടുത്ത വാക്യം, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ ജ്ഞാനവും, ഹല്ലേലൂയ, വിവേകം, അത് നമ്മളിലേക്ക് ഇങ്ങനെ പകരപ്പെടുക. അതാണ് പറഞ്ഞത്, ഏലീശ പറഞ്ഞത് എന്ത് ചെയ്യാ, ഇവന്റെ കണ്ണുകളെയൊക്കെ ഒന്ന് തുറക്കണമേ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചപ്പോഴേ നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതൊന്നൊന്ന് അറിയണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അപ്പൊ നാം ആ നിറവോടെ എത്തണമെങ്കിൽ, ആ ആത്മ നിറവിൽ നാം ആയിരിക്കണമെങ്കിൽ, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ, അത് ഡെയിലിയാ. അതാണ് അവിടെ നമ്മൾ വായിച്ച വാക്യത്തില്, നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നേ. ഇന്നലത്തെ ഭാരമല്ല ഇന്നലത്തെ കൃപ കൊണ്ട് ഇന്ന് ജീവിക്കാൻ ഒക്കത്തില്ല. ഓരോ ദിവസവും കർത്താവിന്റെ കൃപ, നമ്മൾ കൃപമേൽ കൃപ പ്രാപിക്കണം. കർത്താവ് അതാ പറഞ്ഞ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അന്നന്ന് നിങ്ങൾക്ക് വേണ്ട ആഹാരമില്ലേ ഞങ്ങൾക്ക് തരയണമേ. അല്ലെങ്കിൽ ഓരോ ദിവസവും വേണ്ട മന്ന, ആ ജീവന്റെ മന്ന, ആ ജീവന്റെ അപ്പമായ കർത്താവ് നമുക്ക് തരുന്നോണ്ടാണ് ആ ഒരു കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യുക, നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കൃപയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അതിനോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ കൃപ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും, നമുക്ക് ദാനം ചെയ്യുന്നു. ഹല്ലേലൂയ. യാഗ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന്, ഹല്ലേലൂയ, പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്, പരിശുദ്ധാത്മാവും വന്ന് നമ്മോട് എന്ത് ചെയ്യും, വാസം ചെയ്യും. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്, നീ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, അവനോടുകൂടെ വന്ന് വാസം ചെയ്യും. ഹല്ലേലൂയ. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലെ കർത്താവിന്റെ സാന്നിധ്യം വന്ന് നമ്മളെ ഒരു ദൈവത്തിന്റെ ഒരു ആലയമാക്കി മാറ്റണം. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എഫെസ്യർ 2:22 വായിക്കുമോ? അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിവാസം നമ്മൾ ആയിത്തീരണമെങ്കിൽ ആത്മാവിന്റെ ഒരു പണി നമ്മളിൽ എന്ത് ചെയ്യണം,
നടക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആത്മാവിന്റെ ഒരു പൂർത്തീകരണം, ഒരു ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ആലയത്തിൽ വന്ന് താമസിക്കാൻ പറ്റത്തുള്ളൂ. കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു വീട്ടിൽ വന്ന് ആർക്കെങ്കിലും താമസിക്കാൻ നോക്കുമോ? ഇല്ല. ഹല്ലേലൂയ. നമ്മളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചവൻ അതിന്റെ പെർഫെക്ഷനിലേക്ക് അത് നീങ്ങി, അത് ഫൈനൽ ഇന്റീരിയർ വർക്കും ഒക്കെ ചെയ്ത് ഇലക്ട്രിസിറ്റി ഒക്കെ കിട്ടി, എല്ലാം കഴിഞ്ഞ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഭവനത്തിൽ താമസിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പൊ നമ്മളെ ദൈവത്തിന്റെ ഒരു ആലയമാക്കി നാം മാറ്റണമെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചത് എന്ത് ചെയ്യുക? നമ്മളെ ഒരു ശുദ്ധീകരണം, സാന്റിഫിക്കേഷൻ. നമ്മൾ കർത്താവേ നിന്റെ ഒരു ആലയമാക്കി എന്നെ മാറ്റണമേ ആണ് 1 പത്രോസ് 2 എന്ത് ചെയ്യുക? ആത്മീയ ഗ്രഹമായിട്ട് നിങ്ങളെ അവനിൽ എന്ത് ചെയ്യാം? പണിതുകൊണ്ടിരിക്കുക അല്ലേ? അതിന്റെ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. ഇതിന്റെ 4-ാം വാക്യത്തില് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന് ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് നാം ആ പരിജ്ഞാനത്തിൽ ഒന്ന് വളർന്ന് ആ നിറവിന്റെ ആ ക്രിസ്തു എന്ന തലയോളം അവന്റെ എല്ലാ നിറവോളം ഒന്ന് നിറഞ്ഞു വന്ന് ദൈവത്തിനൊരു നിവാസമായിട്ട് നാം ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് പിന്നെ ഭയപ്പെടാനില്ല. ഈ ശത്രുവിനെയൊക്കെ വാഴ്ചകളെയും 1:21 വായിക്കുമ്പോൾ സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും മീതെ ഇരുത്തിയിരിക്കുക. മുകളിൽ ആരായിരിക്കുന്നേ? നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ വിജയം, ആ ശത്രുവിന്റെ മേൽ കൊണ്ട് ആ ജയോത്സവം ആർക്ക് കൊടുത്തിരിക്കുക? എന്നിട്ട് സകലതും അവന്റെ കാൽ കീഴാക്കി വെച്ചിട്ട് സർവത്തിനും മീതെ അവനെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ അധികാരം നമ്മുടെ സഭയ്ക്ക്, അതായത് നമ്മൾ ഓരോരുത്തരും കർത്താവ് തന്നിരിക്കുക. ആ അധികാരം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മൾ രാവും പകലും കിടന്നിങ്ങനെ ഭാരപ്പെടുക, കർത്താവേ അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നാം കർത്താവിനൊരു നിവാസമായി തീർന്നു കഴിയുമ്പോൾ, യേശു എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ദുഷ്ടനൊന്നുമില്ല, സാത്താന്റെ ശക്തികൾക്കൊന്നും, കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ ജഡരക്തങ്ങൾക്ക് അത് സാധിക്കത്തില്ല. എന്നാൽ നാം ഒരു ആത്മശരീരമായി ആത്മരൂപിയായി മാറുമ്പോൾ, ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ പണിയപ്പെടുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ആ ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ, അവന്റെ നിറവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ നിറവിൽ നിന്ന് ഹല്ലേലൂയ നമുക്ക് കൃപ ലഭിച്ചിരിക്കും. പിന്നെ ഒരു ദുഷ്ടശക്തിക്കും ഒരു പൈശാചിക ബന്ധനങ്ങൾക്കും ഒരു ഭാരങ്ങൾക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിന്റെ കലയോളം എഫെസ്യർ 3:19 എങ്ങനെ എഴുതിയിരിക്കുന്നത്? 3:19 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം. എന്നാൽ നാം ചോദിക്കുന്നത് നിനക്കിതിന് അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. തന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ, ആ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞ് ഹല്ലേലൂയ ഒരു പുതുക്കം പ്രാപിക്കുന്ന ആ പുതിയ മനുഷ്യനെ നമ്മൾ എത്രത്തോളം ശക്തനാക്കുന്നു. ഹല്ലേലൂയ. അതിനനുസരിച്ച് എന്തുവാ? ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യാം? വിശ്വാസത്താൽ വസിക്കണം. അവന്റെ നിറവോളം ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ എന്ത് ചെയ്യാം? അറിയുവാനും അവന്റെ നിറവോളം നിറഞ്ഞു വരികയും ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുന്നതിനും നിനക്കിനും അപ്പുറമായി കർത്താവ് നമ്മൾ എന്ത് ചെയ്യാ? തന്നെ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നമ്മളിൽ ഒരു കർത്താവായ യേശു ക്രിസ്തു വന്ന് വാസം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം? ആ നിറവിന്റെ ആ നിറവോളം എത്തുന്നത്. അതാണ് പൗലോസ് പുസ്തകം പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഹല്ലേലൂയ ഉരുവാകോളം ക്രിസ്തു നമ്മളിലൊന്ന് ഉരുവായി. ഇതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന് ഉയരത്തിലേക്ക് കയറിപ്പോയത്. അതിനുവേണ്ടിയാണ് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉദാഷ്ട്രക്കന്മാരെയും ഇടയന്മാരെയും ഒക്കെ നമുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത്. ചിലർക്ക് രോഗശാന്തിക്കുള്ള വരം,
പ്രവചനവരം, ഇങ്ങനെ ഓരോ വരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്രിസ്തുവിന്റെ നിറവോളമായി നമ്മുടെ ഉള്ളിൽ കർത്താവിനെ എന്ത് ചെയ്യുക, ഒരു നിവാസമാക്കി തീർക്കണം. ഹല്ലേലൂയ. അതിനായിട്ടുള്ള ഒരു പണി നമ്മളിൽ എന്ത് ചെയ്യാം, പണി നമ്മൾ എന്ത് ചെയ്യുക, അത് പൂർണ്ണതയിലേക്ക് വരുമ്പോഴാണ് കർത്താവ് വരുമ്പോൾ നാം പോകുന്നത്. സ്വരൂപത്തോട് നാം അനുരൂപമാക്കി നമ്മളെ ഇവിടെ പണിയപ്പെടുക. അതിനാ പറഞ്ഞ് നിങ്ങൾ ഇവിടെ അല്ല, ഭൂമിയിലല്ല, നിങ്ങൾ എവിടെയാ ഇരുത്തിയിരിക്കുന്നേ? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. വിശ്വാസത്താൽ നാം എന്ത് ചെയ്യുക, സ്വർഗത്തിലാണ് ഇന്ന്. മണവാളൻ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ. അന്നേരം അതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ഉള്ളിൽ ഒരു നിവാസം ആകേണ്ടതിന് ഞാൻ നിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, വസിക്കും. ഹല്ലേലൂയ. നമ്മളെ അനാരുദ്ധരായി വിടത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ ആ കർത്താവിന്റെ ആ നിറവോളം കർത്താവിനെ ഒരു നിവാസമാക്കി തീർക്കേണ്ടതിന് നമ്മളെ എന്ത് ചെയ്യുക, അകത്തെ മനുഷ്യന് ശക്തിയോടെ ബലപ്പെടാൻ വേണ്ടി ഹല്ലേലൂയ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്റെ കർത്താവേ, ശരീരം ദൈവത്തിന്റെ ആലയമാ, ഒരു കർത്താവിനായിട്ട് ഒരു നിവാസമാക്കി തീർക്കുവാൻ കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനം ക്രൂശിൽ വന്ന് അവസാനം സകലതും നിവൃത്തിയായെന്ന് പറഞ്ഞിട്ട് എന്താ കർത്താവ് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഹല്ലേലൂയ. സകലവും നമുക്ക് വേണ്ടി തന്നിട്ട് കർത്താവ് ആഗ്രഹിക്കുക, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ എന്ത് ചെയ്യും, അത്താഴം കഴിക്കും. ഹല്ലേലൂയ. നമ്മെ ഒന്ന് നിറയ്ക്കുവാൻ വേണ്ടി, നമ്മെ ഒന്ന് ശക്തരാക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ എല്ലാ നിറവോളം നാം ഒന്ന് നിറഞ്ഞു വരാൻ വേണ്ടി എന്ത് ചെയ്യാം, അവനെ ആദരിക്കുക, അവനെ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതാണ് പറഞ്ഞിരിക്കുന്നത് റോമാലേഖനത്തില്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നാൽ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? സകലതും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ആ കർത്താവ് കൊടുക്കുന്ന ആ ദാനങ്ങൾ, ആ ഉയരത്തിൽ കയറി മനുഷ്യർക്ക് കൊടുത്ത ദാനങ്ങളെ നമ്മളൊന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് അതിനുവേണ്ടി നമ്മൾ ചിലപ്പം നമ്മുടെ പാപത്തെറ്റുകള്, കർത്താവാണെങ്കിൽ ക്രൂശിൽ ആരോഗ്യം ജയിച്ചേ, പാപത്തെ ജയിച്ചു, സാത്താനെ ജയിച്ചു, ഇല്ലേ? സാത്താന്റെ ശക്തികളെ എന്ത് ചെയ്തു, ജയിച്ചു. പിന്നെ മരണത്തെ ജയിച്ചു. ഈ അധികാരങ്ങളെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കുക. 1 കൊരിന്ത്യരിൽ വായിക്കുമ്പോഴേ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന അടുത്ത വാക്യത്തില്, അതിന്റെ 57-ാം വാക്യത്തില് വായിക്കുമ്പോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ശക്തിയാൽ ഇത് സാധ്യമാകത്തില്ല. എന്നാൽ ഈ പാപത്തിന്റെ ശക്തിയെ ജയിക്കുവാൻ, മരണത്തിന്റെ മരണപാശങ്ങളെ ജയിക്കുവാൻ, ഹല്ലേലൂയ, സാത്താന്റെ കോട്ടകളെ തകർക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ സർവായുധ വർഗം നാം എന്ത് ചെയ്യണം, ധരിക്കണം. ഇല്ലേ? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദിവസത്തിൽ വായിക്കണം, എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനു ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവജനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആ സർവായുധ വർഗം നമ്മൾ ധരിച്ച് റെഡി ആകണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, അതിനായി ശക്തീകരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ ശരിക്കും ജീവിക്കാൻ നോക്കിക്കഴിഞ്ഞാല് ചിലപ്പം പല പല പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മളെ എന്ത് ചെയ്യുക, പാപത്തിലോട്ട് വരും. ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തുയേശുവിൽ നമുക്ക് ജയം നൽകുന്ന ഒരുവൻ ഉണ്ട്. അവൻ നമ്മളെ അനാഥനായിട്ട് വിടുന്നില്ല. അവന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോട് പറയാം, കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യം, അതിനായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് അല്പസമയം പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ എഫെസ്യർ ലേഖനം 3-ാം അധ്യായത്തിലെ 19-ാം വാക്യത്തിലെ, ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയാനും പ്രാപ്തരാകുകയും എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ ആദ്യത്തെ കാര്യം എഴുതിയിട്ടുണ്ട്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഒന്ന് അറിയണം. 2-ാമത്തെ കാര്യം,
ദൈവത്തിന്റെ എല്ലാ നിറവുകളും നാം ഒന്ന് നിറഞ്ഞു വരണം. എന്താണ് ഈ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹം? ഒന്ന് യോഹന്നാൻ 4:9 ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത്, ഇല്ലേ? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ എഫേസ്യ ലേഖനം 3-19 പറഞ്ഞിരിക്കുന്ന പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെയും സ്നേഹിക്കേണ്ടതാകുന്നു, ഇല്ലേ? ആ വാക്യം മാത്രം ഒന്ന് വായിക്കും. 1 യോഹന്നാന്റെ ലേഖനം 4:10 വായിച്ചേ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാവുന്നു. അടുത്ത വാക്യം, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാവുന്നു. ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. ആമേൻ. അപ്പം പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ, നമ്മൾ പാപികളും ദോഷികളുമായിരുന്ന നമ്മെ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ദൈവം സ്നേഹിച്ചുവെങ്കിൽ നാം അന്യോന്യം എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഹല്ലേലൂയ. എങ്കിൽ ദൈവം നമ്മിൽ വസിക്കും. ഹല്ലേലൂയ. ദൈവത്തെ നമ്മുടെ ഒരു നിവാസമാക്കി മാറ്റണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് അറിയണം. അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈ പുസ്തകം വായിക്കുമ്പോൾ അറിയത്തില്ല. ഇതിനകത്ത് കൽപ്പനകളെ പ്രമാണിക്കുക. നാം അന്യോന്യം സ്നേഹിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ വരികയുള്ളൂ. നാം ദൈവത്തിൽ എന്ത് ചെയ്യുക? വസിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ഒരു നിവാസമായി നാം മാറണമെങ്കിൽ, ഹല്ലേലൂയ, ആ സ്നേഹം നാം എന്ത് ചെയ്യണം? പ്രദർശിപ്പിക്കണം. സ്നേഹം വസിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മൾ വസിക്കണമെങ്കിൽ ആ സ്നേഹം നമ്മളിൽ വസിക്കണം. എങ്കിലേ അവനും നമ്മൾ ഇപ്പം പാലിനകത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാല്, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല പാലിലാണോ വെള്ളമാണോ എന്ന് അറിയത്തില്ല. പാല് പോണക്കിരിക്കും. എന്നാല് പാലിനകത്ത് അല്പം നാരങ്ങാനീര് ചേർത്താലോ, പാൽ ഒരു സൈഡിൽ കിടക്കും, വെള്ളം ഒരു സൈഡില് തിരിഞ്ഞു പോകും. രണ്ടും കൂടെ പിരിഞ്ഞു പോകും. അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തില്ല. അപ്പൊ ആ സ്നേഹത്തിൽ നാം വസിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്നേഹവും നമ്മളുള്ളിൽ വസിക്കത്തുള്ളൂ. നാം തമ്മിൽ സ്നേഹിക്കുമ്പോൾ അത് രണ്ടും കൂടെ അങ്ങ് മിക്സ് ആയി പോകും, ഇല്ല? ചായക്കകത്ത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര കാണാൻ പറ്റുമോ? ഇല്ല. എന്നാല് അതിനകത്ത് വരച്ചിട്ട് ഓയിൽ അങ്ങോട്ട് ഇട്ട് ഒഴിച്ചു നോക്ക്, ഓയിൽ എന്ത് ചെയ്യും? മേളിൽ കിടക്കും. ഹല്ലേലൂയ. അതുമായിട്ടൊരു സ്നേഹമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തില്ല. കർത്താവിന്റെ സ്നേഹവും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ നാമും എന്ത് ചെയ്യണം? ആ സ്നേഹത്തിലായിരിക്കണം. മറ്റുള്ളവരെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരന് വേണ്ടി ജീവൻ നൽകുന്നതിലും വലിയ സ്നേഹം ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ കർത്താവിന് നമ്മളെ എന്ത് ചെയ്യുക? ഒരു നിവാസമാക്കി മാറ്റുവാൻ സാധിക്കത്തില്ല. സ്റ്റെപ്പ് 1. അടുത്ത ദിവസത്തെ ദൈവത്തിന്റെ എല്ലാ നിറവോളം, ഇല്ലേ? എഫേസ്യ ലേഖനം 3:19 നാം വായിക്കുമ്പോഴേ അടുത്തത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം, ആ ഭാവം എന്ത് ചെയ്യാ? ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാം എന്ത് ചെയ്യാം? നിർമ്മലരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അധികാരവും ആയവനിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിലാണ്, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കർത്താവിന്റെ ഒരു നിവാസമായി തീരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആ ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ ഭാവം തന്നെത്താൻ താഴ്ത്തി, ഹല്ലേലൂയ, ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, ദൈവം ഉന്നതനെങ്കിലും ഉയരത്തിൽ വസിക്കുന്നെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തന്നവൻ രക്ഷിക്കുന്നു.
ദൈവം ഉന്നതനെങ്കിലും ഉയരത്തിൽ വസിക്കുന്നവനെങ്കിലും മനസ്താപവും മനോവിനെയും ഉള്ളവരുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മൾ വസിക്കണമെങ്കിൽ മനസ്താപവും മനോവിനും താഴ്മ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും നാം ആയിരിക്കണം, ക്രിസ്തുവിന്റെ ഭാവത്തിലും. ഹല്ലേലൂയ. ആ ഭാവം എന്ന് പറയുന്നതാണ് തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ. ആ ക്രൂശിലെ മരണത്തോളം കർത്താവ് താഴ്മയുള്ളവനായിത്തീരുന്നു. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ആ ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവനായി അവിടുന്ന് ആയതുപോലെ ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിലുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യത്തോടെ, ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠം എണ്ണിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ പ്രഭാത സമയം, സന്ധ്യാസമയമായി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ഉയരത്തിൽ കയറി. ഹല്ലേലൂയ. ആ മത്സരികളോടും നമ്മൾ വായിച്ച വാക്യത്തിലെ സ്വർഗ മഹിമകളെ വിട്ട് താണ ഭൂമിയിൽ ഇറങ്ങി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചടക്കപ്പെട്ടു. അവിടുത്തെ ക്രൂശിലെ രക്തം തന്നു നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. നിന്നെ വീണ്ടെടുത്ത് സ്വന്തം ജീവനാല രക്തത്തിലാണ് ജീവൻ. വാഴ്ചകളെ അധികാരങ്ങളെ എന്ത് ചെയ്യാം? ആ വാക്യത്തിന്റെ മീനിങ് ആണ്. വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ഹല്ലേലൂയ. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് വേണ്ടി കർത്താവ് വരാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ, കർത്താവേയും നീ അവിടുന്ന് വരുമ്പോൾ അവിടുന്ന് ഇരിക്കുന്നത് പോലെ അവന്റെ സ്വരൂപത്തോടൊന്ന് അനുരൂപമായി തീരുവാൻ, താൻ ഇരിക്കുന്നത് പോലെ അവനെ കാണുവാൻ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് പറയുവാൻ പിതാവ് എത്ര വലിയ വാഗ്ദത്തം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരായിത്തീരും. അവനിൽ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ചതിയാലും ഉപായങ്ങളാലും തെറ്റിച്ചു പോകുന്ന സാത്താന്റെ ശക്തികളെ ജയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നാം ഒന്ന് വളരണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഭാവം, അവിടുത്തെ ആ താഴ്മ നാം ഒന്ന് ധരിക്കണം. എങ്കിൽ ചോദിക്കുന്നതിന് നിനക്ക് എന്തോ അത്യന്തപരമായി നമ്മെ പറ്റുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ എന്ത് ചെയ്യുക? അവൻ അവരോടുകൂടെ വസിക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21:22 മന്ദിരം അതിൽ കണ്ടിട്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. 21:22 നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ഹല്ലേലൂയ. അതിന്റെ 22:3 എഴുതിയിരിക്കുക, ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. കുഞ്ഞാടിന്റെ സിംഹാസനം അതിൽ, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. ഹല്ലേലൂയ. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. വേറൊരു വാക്യത്തിലെ റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെ വാക്യം ഒന്ന് വായിക്കും. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നവർ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും ചെയ്യും. ഹല്ലേലൂയ. ഒരുപാട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയ മഹിമകളെ വിട്ട് ഇതാണ് ഭൂമിയിൽ ഇറങ്ങി വന്നത് കർത്താവേ. പാപികളും ദോഷികളും ആ നടികൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു കർത്താവേ. സാത്താന്റെ ശക്തികളെ എല്ലാം ജയിച്ചു കർത്താവേ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചു കർത്താവേ.
കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. അധികാരം തന്റെ ശരീരമായ സഭയ്ക്ക് അവിടുന്ന് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ കേട്ടുവല്ലോ കർത്താവേ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നിറവോളം ഒന്ന് നിറയ്ക്കുവാൻ, സ്വരൂപത്തോടൊന്ന് ഞങ്ങളെ ഒന്ന് അനുരൂപമാക്കി തീർക്കുവാൻ കർത്താവേ. അവിടുന്ന് ക്രൂശിൽ ചെയ്ത പങ്കപ്പാടുകൾ കർത്താവേ, സഹിച്ച പാടുകളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും ഒന്ന് അറിഞ്ഞു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഈ സകലതും ചെയ്തെന്ന് എണ്ണിക്കൊണ്ട് കർത്താവേ, ആ കർത്താവിന്റെ പരിജ്ഞാനത്തിനനുസരിച്ചൊന്ന് വളരുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഒന്ന് അറിയുവാൻ, അവന്റെ എല്ലാ നിറവോളം ഒന്ന് നിറഞ്ഞു വരുവാൻ കർത്താവേ ഞങ്ങൾക്ക് കർത്താവിനെയും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവ് സ്നേഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ കർത്താവേ. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ ഭാവം അതിൽ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താഴ്ത്തിയതുപോലെ കർത്താവേ, ആ താഴ്മയൊന്ന് ധരിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ ശക്തികളെ എല്ലാം തോൽപ്പിച്ച് കർത്താവേ, ആ ജയം തന്റെ ശരീരമായ സഭയ്ക്ക് നൽകിയല്ലോ കർത്താവേ. ആ ക്രിസ്തുവിന്റെ നിറവിൽ നമ്മളാകുമ്പോൾ കർത്താവേ, ആ സ്വരൂപത്തോടൊന്ന് അനുരൂപമാകുമ്പോൾ ചോദിക്കുന്ന എനിക്കിനും അത്യന്തപരമായി നിങ്ങൾക്ക് തരുവാൻ ശക്തനായവൻ തന്നെ വ്യാപരിക്കുന്ന ശക്തിയാൽ നിങ്ങൾക്ക് തരുമെന്നുള്ള വാഗ്ദത്ത പ്രകാരം കർത്താവേ, നീ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവേ ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു നിറവിലേക്ക് കർത്താവ് നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. അനുരുദ്ധമായ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും കർത്താവിന്റെ പരിശുദ്ധാത്മാവേ കൽവരി ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ ഒന്നുകൂടെ കഴുകപ്പാ. അപ്പാ നിന്റെ സ്നേഹം ഞങ്ങൾ ഒന്ന് ഒഴുകട്ടെ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയമുക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രോഗികളായി ബലയിലായിരിക്കുന്നവരെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ആ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ. ഹല്ലേലൂയ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് കർത്താവേ, സാധാരണ മാനസികമായ കർത്താവ് വിഷമങ്ങളിൽ ഇരിക്കുന്ന എല്ലാ പ്രിയമക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. എല്ലാ ഭാരങ്ങളും നീങ്ങിപ്പോട്ടെ. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവിന് സ്തോത്രം. രോഗബന്ധനത്തിന് മരണത്തിന് അധ്യസ്ഥല കർത്താവെ കടന്നു പോകുന്ന ആ പ്രിയമക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മരണത്തിനുള്ള നീക്കുപോക്കളെ ഞങ്ങളുടെ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. ദാസിക്കായി സ്തോത്രം. എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനത്തിനായി സ്തോത്രം കർത്താവേ. എല്ലാ മാനവും മൊത്തം കർത്താവ് അടികൾക്ക് വേണ്ടി ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയായി കേൾക്കണമേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ജോർജ് ബ്രദറെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകളെ കേൾക്കുവാൻ സ്വർഗത്തിലുള്ള ദൈവം നമ്മെ സഹായിച്ചല്ലോ. വിവിധ വചനങ്ങളിലൂടെ കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിപ്പാനൊക്കെ വേണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനത്തിനുമേ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ നമ്മുടെ രക്ഷയാവുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാ. നാൾതോറും ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമുണ്ട്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമാ. ഹല്ലേലൂയ. നാൾതോറും എല്ലാ ദിവസവും നമ്മുടെ ഭാരങ്ങൾ വേദനകളെ ചുമക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ആകുന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാ. ആ കർത്താവിന്റെ സ്നേഹത്തിനായി സ്തോത്രം. കേട്ട വചനത്തിന് മുമ്പിൽ തന്നെ സമർപ്പിക്കാം. അതിന് സംസാരിച്ച കർത്താവിന്റെ ദാസനെ വേണ്ടി ശക്തിയോടെ ഉപയോഗിക്കുവാണ്ടൊക്കെ വേണം. കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർക്കാം. ദൈവദാസന്മാരും കർത്താവ് എല്ലാവരെയും സഹായിക്കുവാൻ ദൈവത്തിന് വലിയ സാന്നിധ്യം കൊടുത്ത് പകരേണ്ടതിനാ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് സൂസൻ ആന്റി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സത്യങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത സ്വർഗീയ